പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. സദൃശവാക്യം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിക്കും കാണുന്നുണ്ട്. യഹോഭക്തി ഗ്രഹിക്കുകയും ദൈവവിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യുവാൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജ്ഞാനിയിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ താൻ പഠിച്ചതും ദൈവം തനിക്ക് കൊടുത്തതുമായ അനവധി ചിന്തകൾ, നല്ല ആലോചനകളാണ് സദൃശവാക്യത്തിലൂടെ നമുക്ക് നൽകി തരുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ജ്ഞാനത്തിന് ചെവി കൊടുക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം 1-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്നത് സദൃശവാക്യങ്ങളുടെ പ്രയോജനം എന്താണെന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകനായ ശലോമോന്റെ സദൃശവാക്യങ്ങൾ ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേര് എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലിന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭ്യാസത്തിൽ പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിക്കാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴിയും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. എന്നിട്ട് 7-ാം വാക്യം പറയുന്നത് യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരും ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അപ്പൊ യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഭോഷന്മാരെന്നാൽ എന്ത് ചെയ്യുന്നതിനെ നിരസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എബ്രായ ജ്ഞാനത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതത്തിന്റെ ദീർഘകാല അനുഭവത്തിൽ നിന്നും ചാരിച്ചെടുത്ത അർത്ഥസമ്പുഷ്ടമായ ഹല്ലേലൂയ വാചകങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ജീവിതാരംഭത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ആമേൻ പാദമൂതുന്ന ഓരോ ദൈവമക്കളും, ഓരോ വ്യക്തികളും ലോകപരമായ ജ്ഞാനം ഉള്ളപ്പോൾ തന്നെ ദൈവികമായ ജ്ഞാനത്തിൽ നിറയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർക്കെല്ലാവർക്കും ജ്ഞാനമുണ്ട്. ലോകപരമായിട്ടുള്ള ജ്ഞാനമുണ്ട്, മതപരമായ ജ്ഞാനമുണ്ട്. അങ്ങനെ എല്ലാവർക്കും വിവിധ മേഖലകളിൽ ജ്ഞാനമുണ്ട്. പക്ഷെ ദൈവികമായ ജ്ഞാനമില്ലെന്നുള്ളതാണ്. ലോകപരമായ ജ്ഞാനം ഉള്ളപ്പോൾ തന്നെ ദൈവികമായ ജ്ഞാനം നമുക്കുണ്ടെങ്കിലേ കാര്യാദികളെ നമുക്ക് വീണ്ടും പോലെ വിവേചിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ജ്ഞാനത്തോടെ സംസാരിക്കുവാനും കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വചനം ജ്ഞാനത്തിന് ചെവി കൊടുക്കാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകപരമായ ജ്ഞാനത്തിന് ചെവി കൊടുക്കുവാനല്ല, യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവവചനം അനുസരിച്ച് ദൈവികമായ ജ്ഞാനത്തെ നിറയപ്പെട്ട ശലോമോനെ പോലെ അല്ലെങ്കിൽ പുതിയ നിയമസഭ യേശുക്രിസ്തുവിന് ചെവി കൊടുത്ത് തിരുവചനം കേട്ട് വായിച്ച് പഠിച്ച് ദൈവികമായ ജ്ഞാനത്തെ നിറയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനമേ ഓർപ്പിക്കുന്നത്. ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിന്റെ ഉന്നതങ്ങളിലിരിക്കുന്ന ഉന്നതന്മാരായിരുന്നില്ല, അവർക്കെല്ലാം ലോകപരമായ ജ്ഞാനമുള്ളത്. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനം ഈ ലോകത്തിൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ യുദ്ധം എന്ന് പറയുന്നത് ഉണ്ടാകത്തില്ല, രക്തച്ചൊരിച്ചിൽ ഉണ്ടാകത്തില്ല. ഇവിടെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മതവിദ്വേഷികളും ഉണ്ടാകില്ലായിരുന്നു. ദൈവികമായ ജ്ഞാനം ഉണ്ടായതിൽ കൂടെയുള്ള അമലിലെ കുലപാതകങ്ങൾ ഇവിടെ നടക്കില്ലായിരുന്നു. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ അക്രമങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വർഗീയപരമായിട്ടും ഒക്കെ എല്ലാ നിലയിലും അക്രമം പെരുകുന്നതും രക്തച്ചൊരിച്ചിലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ജ്ഞാനം കുറഞ്ഞു പോയത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ലോകത്തിലുള്ള സകല ജനങ്ങളിൽ വെച്ച് ദൈവം ഒരു കൂട്ടം ജനത്തെ വേർതിരിച്ചു. അവർ ദൈവികമായ ജ്ഞാനത്തിൽ നിൽക്കുന്നത് കൊണ്ട്
അവരെങ്ങും അക്രമാസക്തരാകത്തില്ല, അവരെങ്ങും വാളെടുക്കത്തില്ല, തോക്കെടുക്കത്തില്ല, ആയുധമെടുക്കത്തില്ല, ബോംബുണ്ടാക്കത്തില്ല, ബോംബ് ഭീഷണി ഇവിടെ ബോംബ് വെക്കത്തില്ല. ആ യുദ്ധങ്ങളോ അല്ലെങ്കിൽ ആ ഹർത്താലുകളോ പൊതുമുതൽ അടിച്ചു പൊട്ടിക്കുന്ന പരിപാടിക്കൊന്നും അവർ ഇറങ്ങത്തില്ല. ആ ഒരു കൂട്ടരാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. അവർ ക്രിസ്തു കാണിച്ചു കൊടുത്ത, യേശു കാണിച്ചു കൊടുത്ത മാതൃകയിലനുസരിച്ച് ദൈവികമായ ജ്ഞാനത്തിന് ചെവി കൊടുത്തുകൊണ്ട് യേശു ക്രിസ്തു പഠിക്കുന്നത് കൊണ്ട് അവരെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവർ ഹല്ലേലൂയ എത്ര തെറിവിളി കേട്ടാലും, നിന്ദിക്കപ്പെട്ടാലും, അപമാനിക്കപ്പെട്ടാലും, അവരുടെ മുഖത്തടിച്ചാലും അവർ മിണ്ടാത്തത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാ? ദൈവികമായ ജ്ഞാനമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനമില്ലായിരുന്നെങ്കിൽ ക്രൈസ്തവ സമൂഹം തിരിച്ചടിച്ചേനെ. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ ഹല്ലേലൂയ നിന്ദിച്ചു, അപമാനിച്ചു, പരിഹസിച്ചു, അവന്റെ കന്നത്തടിച്ചപ്പോഴും യേശു തിരിച്ചടിച്ചില്ല. ഹല്ലേലൂയ. യേശു പിതാവിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനം മുഖാന്തരം ജ്ഞാനത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തത്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം. ആ യേശു ലോകത്തിലുള്ള ജനത്തോട് പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിപ്പാൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. എന്നെ കേൾക്കുന്നവരുടെ ശ്രോതാവ്, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കണമെങ്കിൽ, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവികമായ ജ്ഞാനമുള്ളവന് മാത്രമേ ഇത് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനമുള്ളവൻ സകലവും ക്ഷമിക്കും, സഹിക്കും, പൊറുക്കും. ഹല്ലേലൂയ. ജ്ഞാനമില്ലാത്തവൻ എന്ത് ചെയ്യും? ദൈവികമായ ജ്ഞാനമില്ലാത്തവൻ എന്ത് ചെയ്യും? പ്രതികാരത്തിന് വേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകരം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ജ്ഞാനത്തിന് ചെവി കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന തിരുവചനത്തെ നിങ്ങൾ വായിച്ചു പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അക്രമ സ്വഭാവങ്ങളെ മാറ്റിക്കളഞ്ഞ്, പ്രതികാര മനോഭാവങ്ങളെ മാറ്റിക്കളഞ്ഞ് നിങ്ങൾ ദൈവികമായ ജ്ഞാനത്തിന് ചെവി കൊടുത്ത് ക്രിസ്തുവിനെ പോലെ നിങ്ങൾ ജീവിക്കണം. യേശു ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾക്കുണ്ടാകണം. രക്തം ചെയ്യും. അങ്ങനെ വന്നാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ നന്മകളും എല്ലാം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പം വചനം വായിക്കുമ്പോൾ കാണുന്നത്, നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നു എങ്കിൽ അതിനെ വെള്ളിയെപ്പോലെ ഹല്ലേലൂയ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ സ്തോത്രം സദൃശവാക്യം 2-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ സകല ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉറവിടം കർത്താവായ യേശു ക്രിസ്തു മാത്രമാകുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്. സകല ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉറവിടാനാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് നമ്മൾ സങ്കീർത്തനം ഹല്ലേലൂയ സ്തോത്രം വായിക്കും കാണുന്നുണ്ട്. 111 സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ദൈവികമായ ജ്ഞാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനെ പ്രാപിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവികമായ ജ്ഞാനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ യേശു ക്രിസ്തു ആരാണെന്ന് അറിയാൻ പറ്റും. ഹല്ലേലൂയ. യേശു ആരാണെന്ന് അറിയുവാനും, യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുവാനും, യേശു ക്രിസ്തുവാണ് മാനുകുലത്തിന്റെ മുഴുവൻ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റും സ്വർഗാരോഹണം ചെയ്തും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം ചെയ്യുന്നതും ഇനിയും തന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്നതും യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവികമായ ജ്ഞാനം വേണം. ഹല്ലേലൂയ. ഈ ജ്ഞാനത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഈ ലോകം മുഴുവൻ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോഴത്തേനും എന്ത് ചെയ്യും? ദൈവിക ജ്ഞാനം ഇല്ലാത്തവൻ എന്ത് ചെയ്യും? കമ്പും കൂരും വടിയും കുറുവടിയൊക്കെ ആയിട്ട് വരും, ആയുധമെടുത്ത് വരും. ദൈവികമായ ജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവനെ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും നിർമൂലം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുന്നവരും ഈ പ്രസ്ഥാനം നിന്നു പോകത്തില്ല. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനം പ്രസ്താവിക്കുന്നവനെ, ദൈവിക ഉപദേശം പ്രസ്താവിക്കുന്നവനെ ലോകം തുടച്ചു മാറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ടേ ഒരു വലിയ കൂട്ടം ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ അവർക്കാർക്കും ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല. കാരണം ഇത് ദൈവം നട്ടതാണ്. ഇത് ദൈവത്താൽ അടിസ്ഥാനപ്പെട്ടതാണ് ക്രൈസ്തവ സഭ. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നത്. അതിനെ തകർക്കുവാനൊന്നും ആർക്കും കഴിയില്ല. അപ്പൊ സകല ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ഉറവിടം കർത്താവ് മാത്രമാണ്. അവന്റെ ജ്ഞാനത്തെ അളക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവന്റെ ദൈവികമായ ജ്ഞാനത്തെ നിങ്ങൾക്ക് നൽകി നിങ്ങൾ നടക്കേണ്ടുന്ന വഴികളെ കുറിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയാണ്. സകല ജ്ഞാനത്തിന്റെ ഉറവിടം, സകല ജ്ഞാനത്തിന്റെയും ആമേ ഉറവിടം ആരാണ്? യേശു കർത്താവ്. യേശു കർത്താവ് ജ്ഞാനത്തെ അളക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ്
നമ്മുടെ കർത്താവ് സകല ജ്ഞാനിയാണെന്ന്, സകല സകല പല സകല സർവശക്തനും സകല ജ്ഞാനിയുമാണെന്ന്, സകലത്തിന്റെ ജ്ഞാനാത്മാവുമാണെന്ന് പറയുന്നത്. സകലത്തെ ജ്ഞാനത്തോടെ നിർമ്മിച്ചവനാ, ഉണ്ടാക്കിയവനാ, സൃഷ്ടിച്ചവനാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവികമായ ജ്ഞാനം കൊണ്ട് നിറയപ്പെട്ടാൽ നിങ്ങൾ എത്ര സന്തോഷകരമായി ജീവിക്കുമെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ദൈവികമായ ജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഭാര്യയ്ക്ക് ദൈവികമായ ജ്ഞാനമുണ്ടെങ്കിൽ, ഭർത്താവിന് ദൈവികമായ ജ്ഞാനമുണ്ടെങ്കിൽ അവർ തമ്മിൽ കലഹം ഉണ്ടാകത്തില്ല. അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും മരുമക്കളും അമ്മായിയമ്മയും മരുമോളും ഒക്കെ അടങ്ങുന്ന കുടുംബത്തിനകത്ത് ദൈവികമായ ജ്ഞാനമാണ് ഉള്ളതെങ്കിൽ ആ കുടുംബ സ്വർഗമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ലോകപരമായ ജ്ഞാനത്താൽ നിങ്ങൾ വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിനകത്തും കലഹം ഉണ്ടാകുന്നത്, നിങ്ങളുടെ നന്മകൾ മുഴുവൻ തടസ്സപ്പെടുന്നത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ശാപങ്ങൾ വരുന്നത്. എന്താ? ദൈവികമായ ജ്ഞാനം കുറഞ്ഞു പോയത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു പക്ഷെ തർക്കിക്കുമായിരിക്കും, അങ്ങനെയൊന്നും അല്ല, അത് അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടപ്പോഴാണ് ഹവ്വ പാപം ചെയ്തത്. ഹല്ലേലൂയ. ദൈവം കിഴക്കേതൻ ഉണ്ടാക്കി. ആ തോട്ടത്തിൽ, ഏതൻ തോട്ടത്തിൽ പിശാച് വലിഞ്ഞു കയറി ചെന്നു. പിശാച് വലിഞ്ഞു കയറി ചെന്നിട്ട് ആ ഹവ്വയ്ക്ക് പ്രലോഭനം കൊടുത്തു. ആ പ്രലോഭനത്തിൽ അവൾ അങ്ങ് വീണു. അല്ലേ? അവൾ ഭക്ഷിച്ച പഴം കൊണ്ട് ഭർത്താവിനും കൊടുത്തു. ഭർത്താവ് എന്ത് ചെയ്തു? അത് ഭക്ഷിച്ച് രണ്ടുപേരും ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. അവർക്ക് പറ്റിയത് അവർ തോട്ടത്തിന് പുറത്തായി, എന്നേക്കുമായി പുറത്തായി. പിന്നെ കലഹമാ. എന്നെ കേൾക്കുന്ന പ്രശ്നേഹിതരെ, ആദ്യപിതാക്കന്മാർക്ക് ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയതുപോലെ നിങ്ങൾ ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ട് നിങ്ങളൊരു കലഹക്കാരിയായി മാറാതെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെടണം. പ്രൈസിലോ. അപ്പോൾ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. അപ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭാവി, നിന്റെ മക്കൾ നിന്റെ അനുഗ്രഹിക്കപ്പെടും. നീ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. പ്രൈസിലോ. ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ കർത്താവ് നമുക്ക് ജ്ഞാനം ഉപദേശിച്ചു തരുന്നു. ഹല്ലേലൂയ എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, റോമാലേഖനം ഹല്ലേലൂയ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 33-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. അല്ലെങ്കിൽ കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ. ഹല്ലേലൂയ. അപ്പം വലിയ ഒരു ചോദ്യം. അപ്പം നമ്മുടെ കർത്താവിന്റെ ജ്ഞാനത്തെക്കുറിച്ച്, ധനത്തെക്കുറിച്ച്, അറിവിനെക്കുറിച്ച് ഹല്ലേലൂയ ഇവിടെ രേഖപ്പെടുത്തുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വലിയൊരു ബോധ്യമുള്ളവരായിരിക്കണം. ആ ബോധ്യത്തോടെ നമ്മൾ വേണം ജീവിക്കാൻ. ഹല്ലേലൂയ. അപ്പം കൊലോസ്യ ലേഖനം 2:3 വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു. ഇവിടെ നമ്മൾ ദൈവത്തിനും എന്താ പറയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ആരും നിങ്ങളെ വശീകരിച്ച് ചതിക്കരുതെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വശീകരണത്തിനകത്ത് അകപ്പെട്ട് ചതിവിൽ അകപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞാൽ, പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ ലവോദിക്യ സഭകളെ സന്ദർശിച്ചിട്ടില്ല. കൊലോസ്യയും ഹല്ലേലൂയ ലവോദിക്കയും സന്ദർശിച്ചിട്ടില്ല എന്ന് 1-ാം വാക്യം സൂചിപ്പിക്കുക. ക്രിസ്തുവാണ് ദൈവമർമ്മം എന്ന് 2-ാം വാക്യം വ്യക്തമാക്കുന്നു. പരിജ്ഞാനത്തിന്റെ സകല നിക്ഷേപങ്ങളും ക്രിസ്തുവിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പൗലോസ് പറയുക. എന്നിട്ട് ഭക്തൻ പറയാണ്, ക്രിസ്തുവില്ലാത്ത മറ്റ് യാതൊരു രഹസ്യജ്ഞാനവും ഹല്ലേലൂയ ലോകത്തിലില്ല എന്ന് പറയാം. ക്രിസ്തുവില്ലാത്ത ഒരു രഹസ്യജ്ഞാനവും ലോകത്തിലില്ല. ഹല്ലേലൂയ. അപ്പം കൊലോസിയിൽ അക്കാലങ്ങളിൽ നിലനിന്നിരുന്ന ദുരുപദേശങ്ങളെ കുറിച്ചുള്ള പ്രതിവാദം, അതിനെക്കുറിച്ച് പൗലോസ് വ്യക്തമായി ഇവിടെ വെളിപ്പെടുത്തുക. അത് ദുരുപദേശം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉണ്ട്. ഇന്നും ദുരുപദേശന്മാർ നിറഞ്ഞുകൊണ്ടിരിക്കുക. ദുരുപദേശകന്മാരും ദുരുപദേശ ചിന്തകളും നിന്റെയും നിന്റെ കുടുംബത്തെ തകർത്ത് കളയരുത്. അവർ നിന്നെ വശീകരിക്കരുത്, ചതിക്കരുത്. അവരുടെ വഞ്ചനയിൽ നീ അകപ്പെട്ടു പോകരുത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെട്ട് നിങ്ങളുടെ കുടുംബം ഐശ്വര്യത്താൽ നിറയപ്പെടണം. ഐശ്വര്യ സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണം. രക്തം ചെയ്യും. കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതാ.
വളരെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കരുത്. അവിടെ ഇപ്പോഴും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സാന്നിധ്യവും വെളിപ്പെടും. ലേവിയ യോശുവ തന്നെ പറയുന്നതാണ്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വാക്യം താങ്കൾ വായിച്ചിട്ടില്ലേ? ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ലേവിയ. കാരണം ലോകപരമായ ജ്ഞാനത്തോട് യോശുവ ആഗ്രഹിക്കുന്നില്ല. യോശുവ എന്ന് പറയുന്ന മനുഷ്യൻ മോശയോട് കൂടെ നടന്ന് മോശയിൽ കൂടി ദൈവം ചെയ്യുന്ന ശുശ്രൂഷകൾ, മോശയിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ, ഇസ്രായേൽ മക്കളെ നടത്തുന്ന വിധങ്ങൾ എല്ലാം യോശുവ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളാണ്. മാത്രമല്ല സ്തോത്രം, അല്ലെങ്കിൽ മോശ പർവ്വതത്തിലായിരുന്നപ്പോൾ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നതും താഴെ ഇസ്രായേലിന് നേരെ കടന്നു വന്ന ശത്രു സൈന്യത്തിനെ വെല്ലുവിളിച്ചതും അവരെ പരാജയപ്പെടുത്തിയതും അതെല്ലാം യോശുവയ്ക്ക് അറിയാം. കാരണം അതിന്റെ എല്ലാം പിന്നിൽ മോശ എന്ന് പറയുന്ന മനുഷ്യൻ ജ്ഞാനത്താൽ നിറയപ്പെട്ട് പർവ്വതത്തിലിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് ജയം പ്രാപിച്ചതെന്ന് യോശുവ മനസ്സിലാക്കി. പിന്നീട് മോശയുടെ മരണശേഷവും മോശയുടെ മരണശേഷം ഇസ്രായേലത്തെ വീണ്ടും വാഗ്ദത്ത കാനാനിലേക്ക് നടത്തുവാൻ ദൈവം യോശുവെ അവിടെ നിയമിക്കുന്നത്. യോശുവ ഇസ്രായേലത്തെ വാഗ്ദത്ത ദേശത്തേക്ക് കനാനിലേക്ക് നടത്തുമ്പോൾ വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും യോശുവയ്ക്ക് നേരെ കടന്നു വന്നു. അവിടെയെല്ലാം യോശുവ ലോകപരമായ ജ്ഞാനം ഉപയോഗിക്കാതെ ദൈവികമായ ജ്ഞാനം താൻ അന്വേഷിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ചു. ദൈവം യോശുവയ്ക്ക് ആലോചനകൾ നൽകി കൊടുത്തു. അങ്ങനെ ഇസ്രായേലത്തെ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞു. ജ്ഞാനത്തോടെ ഗോത്രങ്ങൾക്ക് ദേശം വിഭാഗിച്ചു കൊടുക്കുവാനും കഴിഞ്ഞു. ആ യോശുവാണ് പറയുന്നത്, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. അതേ സ്നേഹിത, ദൈവികമായ ജ്ഞാനമുണ്ടെങ്കിൽ യോശുവെ പോലെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. ദൈവികമായ ജ്ഞാനമുണ്ടെങ്കിൽ യോശുവയുടെ കുടുംബത്തിനകത്തുണ്ടായിരുന്ന ദൈവ സാന്നിധ്യവും ദൈവകൃപയും നിങ്ങളുടെ കുടുംബത്തിൽ നിറയപ്പെടും. ഹല്ലേലൂയ. എത്ര സന്തോഷകരമായ ജീവിതമായിരിക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എന്തെങ്കിലും കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? കുടുംബത്തിനകത്ത് കണ്ണുനീരും മാറുന്ന ദിവസമുണ്ടോ? എന്നും പരാതികളും പരിഭവങ്ങളുമല്ലേ? എന്നും കുറ്റം പറച്ചിലുകളല്ലേ? ഏഷണി നുണയൊക്കെയല്ലേ? ഭാര്യ പറയുന്ന ഭർത്താവിന് ഇഷ്ടപ്പെടത്തില്ല, ഭർത്താവ് പറയുന്ന ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, മക്കൾ പറയുന്ന അപ്പനമ്മമാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അപ്പനമ്മമാർ പറയുന്ന മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മൾ പറയുന്ന നാട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അധികാരികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അധികാരികൾ പറയുന്ന നാട്ടുകാർ പറയുന്ന നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്തെല്ലാം മന്ത്രങ്ങളാണ്. എന്താണ്? ദൈവികമായ ജ്ഞാനം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. പാപം ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ കാരണം തന്നെ ദൈവികമായ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ദൈവികമായ ജ്ഞാനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ പാപം നിന്റെ ഉള്ളിൽ വസിക്കത്തില്ല. ജ്ഞാനം നഷ്ടപ്പെടുമ്പോഴാണ്, ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഈ പാപസ്വഭാവത്തിലേക്ക് പോകുന്നത്. അപ്പോഴാണ് നമ്മളെ നികർഷബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നികർഷ്ടബുദ്ധിയുടെ അനുഭവത്തിൽ നാം നിറയപ്പെട്ട് നിൽക്കുമ്പോൾ പാപം നമ്മളിലേക്ക് പ്രവേശിക്കും. ഇന്ന് റോമാലേഖനം 1 വായിച്ചാൽ മതി. എന്തിനൊക്കെയാണ് നികർഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചതെന്ന് ദൈവാത്മാവോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ്. അപ്പം വിദ്യാലയങ്ങളിലെ അധ്യാപകർ അറിവിനെ ഉപദേശിക്കുന്നു. എന്നാൽ ജീവിതത്തിന് അറിവ് മാത്രം പോരാ. പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതിന് ജ്ഞാനം വളരെ ആവശ്യമാണ്. നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ LKG UKGയിലൊക്കെ വിട്ട് പഠിപ്പിച്ച് അവരെ ഉന്നതമായ നിലയിലേക്ക് എത്തിക്കും. അവർക്ക് നല്ല ഡിഗ്രികളൊക്കെ നേടിക്കൊടുക്കും. ലോകപരമായ നല്ല അറിവ് അവർക്ക് ലോകത്തിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടും. പക്ഷേ അത് പ്രായോഗികമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദൈവികമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. വളരെ ജ്ഞാനി എന്ന് പറയുന്ന, ലോകപ്രകാരം വളരെ ജ്ഞാനി എന്ന് പറയുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ സംസാരിക്കുമ്പോൾ മുഴുവൻ അതിനകത്ത് പ്രശ്നമായിരിക്കും. അപ്പൊ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർക്ക് ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒരു കൊലപാതകത്തിനും രക്തച്ചൊരിച്ചിലിനും അക്രമത്തിനും അവർ ഒരുങ്ങുന്നത്, ആഹ്വാനം കൊടുക്കുന്നത്. ദൈവികമായ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രസംഗവേദികളിൽ അവർ ആരും വെല്ലുവിളിക്കത്തില്ല. മത നേതാക്കന്മാർക്ക് ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ മതത്തിന്റെ പേരിൽ വെല്ലുവിളി നടത്തുന്നത്. രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും വെല്ലുവിളി നടത്തി ഇവിടെ അക്രമം സൃഷ്ടിക്കുന്നത്, കൊലപാതകം സൃഷ്ടിക്കുന്നത്, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നത് ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടുകൊണ്ട് തീവ്രവാദികൾ വർദ്ധിക്കുന്നത്, ഭീകരവാദികൾ വർദ്ധിക്കുന്നത്, വർഗീയവാദികൾ വർദ്ധിക്കുന്നതിന് കാരണം ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്.
അവർക്ക് കലഹം മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ. അക്രമം സൃഷ്ടിക്കുക, പുതുമുതൽ നശിപ്പിക്കുക, രക്തച്ചൊരിച്ച് നടത്തുക. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കൂട്ടം ക്രൈസ്തവ സമൂഹം ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെട്ട് അവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കാണണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകണം. യേശുക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾ ഒരിക്കലും അക്രമാസക്തമായ പ്രവൃത്തികൾക്ക് നിങ്ങൾ പോവുകയില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവികമായ ജ്ഞാനം നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-5 നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനക്കുറവാകുന്നുവെങ്കിൽ പരിസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അല്ലേ? അപ്പൊ നിങ്ങൾ ഒരുത്തൻ ജ്ഞാനക്കുറവാകുന്നെങ്കിൽ അവനെ ഭത്സിക്കരുത്, അവനെ കളിയാക്കരുത്, അവനെ ഒറ്റപ്പെട്ടത് മാറ്റി നിർത്തരുത്. ഹല്ലേലൂയ. എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവം, ജ്ഞാനം എല്ലാവർക്കും ഔദാര്യമായി ദൈവം കൊടുക്കുന്നതാണ്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ വ്യക്തിക്ക് വേണ്ടി, ജ്ഞാനം കുറവുള്ള വ്യക്തിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പം ദൈവം ആ വ്യക്തിക്ക് ജ്ഞാനം കൊടുക്കും. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ഭാര്യയ്ക്ക് ജ്ഞാനം കുറവാകുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരന്റെ ഭർത്താവിന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ, നിന്റെ മക്കൾക്ക്, നിന്റെ മാതാപിതാക്കൾക്ക് ജ്ഞാനം കുറവാകുന്നെങ്കിൽ, നീ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, നീ അവരെ ഭത്സിക്കാതെ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഔദാര്യമായി ജ്ഞാനം കൊടുക്കുന്ന യേശുവേ, ഇവർക്ക് ജ്ഞാനം കൊടുത്ത് നിറയ്ക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എത്ര വലുതാണ്. ഹല്ലേലൂയ. അപ്പൊ ആരെയും നമ്മൾ ജ്ഞാനം കുറവാകുന്നു എന്ന് പറഞ്ഞ് ആരെയും നമ്മൾ ഭത്സിക്കരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. അതാ ഇന്നത്തെ ലോകം. ഹല്ലേലൂയ. സ്തോത്രം. പണ്ടൊക്കെ ഇന്നുമുണ്ട് ഒരുപാട് ആളുകൾ എന്നെയൊക്കെ ഒരുപാട് കളിയാക്കുന്ന ഒരു പരിഹസം, ദൈവികമായ ജ്ഞാനമില്ല, ദൈവികമായ പരിജ്ഞാനമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇന്നും പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ അതിന് വലിയ ചെവി കൊടുക്കാറില്ല. കാരണം അതിനൊക്കെ ചെവി കൊടുത്ത മറുപടി പറയണം. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടവന്റെ വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ പോയാൽ നമ്മൾ ജ്ഞാനം നഷ്ടപ്പെട്ടവനായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പരിഹസിക്കുകയോ നിന്ദിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിന് മറുപടി കൊടുക്കാൻ പോകരുത്. ഹല്ലേലൂയ. അപ്പം ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടവൻ വിളിച്ചു പറയുന്ന മുഴുവൻ ഭോഷ്കായിരിക്കും. അവന്റെ വായിൽ നിന്ന് വരുന്ന മുഴുവൻ പരിഹാസമായിരിക്കും. അവന്റെ കൂട്ടുകാരെന്ന് പറയാം, ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടവന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവന്റെ സഹകരണം എന്നൊക്കെ പറയുന്നത് ദുഷ്ടനോടും പാപിയോടും പരിഹാസിയോടും കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടവന്റെ കൂടെ നീ നടന്നാൽ നീയും ദുഷ്ടതയ്ക്കും പാപത്തിനും പരിഹാസത്തിനും നീയും അവൻ ചേർന്ന് നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ദൈവത്തോട് ചേർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ഒരു ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അവനും ആ ജ്ഞാനം കിട്ടുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. ശലോമോൻ രാജാവ് ബാലനായിരുന്നപ്പോൾ തന്നെ ഭരണം ഏറ്റെടുത്തു. ഹല്ലേലൂയ. വലിയ കൂട്ടം ഇസ്രായേലത്തെ നയിക്കുവാൻ, അവരെ നടത്തുവാൻ വേണ്ട ജ്ഞാനം എനിക്ക് വേണമെന്ന് കണ്ണുനീരോട് കൂടെ ശലോമോൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ശലോമോനെ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കുന്നത് തന്നെ ബാല്യത്തിൽ തന്നെയാണ്. ബാല്യത്തിൽ തന്നെ ഇസ്രായേലിന്റെ രാജാവായി കഴിഞ്ഞപ്പോൾ ശലോമോൻ നോക്കിയപ്പോൾ ഈ വലിയ ജനത്തെ നടത്തുവാൻ, അവർക്ക് ന്യായപാലനം ചെയ്യുവാൻ ഈ ചെറിയ ബാലനായിരിക്കുന്ന എന്നെ കണ്ട് എങ്ങനെ കഴിയും എന്നൊക്കെ ശലോമോൻ വളരെ ചിന്തിച്ചു. പക്ഷേ പുള്ളി എന്ത് ചെയ്തു? ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവം ശലോമോനോട് സംസാരിച്ചു. ആമേൻ. അങ്ങനെ ശലോമോനെ ദൈവം ജ്ഞാനത്താൽ നിറച്ചു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും ആമേൻ കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശ്വാലതയും കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. സകല പൂർവ്വദിഗാസികളെക്കാളും ജ്ഞാനത്തെക്കാളും മിസ്രൈമ്യരുടെ ഹല്ലേലൂയ സകല ജ്ഞാനത്തെക്കാളും ഹല്ലേലൂയ ശലോമോൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ ജ്ഞാനം നിറഞ്ഞവനായിരുന്നു. അപ്പൊ ഈ ഭൂമിയിലുണ്ടായിരുന്ന സകല മനുഷ്യരിലും അവരുണ്ടായിരുന്ന ജ്ഞാനത്തെക്കാൾ വലിയ ജ്ഞാനമാണ് ദൈവം ശലോമോന് കൊടുത്തത്.
അല്ലേ? അതുകൊണ്ടാണ് ശലോമോൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഇസ്രായേലത്തെ ന്യായപാലനം നടത്തുവാൻ, അവരെ നയിക്കുവാൻ, അവരെ ഭരിക്കുവാൻ ശലോമോന് കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത് നീ കുടുംബനാഥനോ നാഥയോ ആകട്ടെ, ദൈവികമായ ജ്ഞാനം ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തെ നിനക്ക് നന്നായിട്ട് ഭരിക്കാൻ പറ്റത്തുള്ളൂ. ദൈവസഭയുടെ ഇടയൻ എന്ന് പറഞ്ഞു നിൽക്കുന്ന ദൈവസഭയുടെ പുരോഹിതന്മാർ, മതങ്ങളുടെ പുരോഹിതന്മാർക്ക് ദൈവികമായ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ അണികളെ നേരായ പാതയിൽ നടത്താൻ കഴിയത്തുള്ളൂ. അപ്പം പുരോഹിതന്മാർക്ക് ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടാൽ ആ സഭയും അങ്ങനെ തന്നെയായിരിക്കും. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ ഒരു മദ്യപാനിയായത്. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ ഒരു കൊള്ളപ്പലിശക്കാരനും ബ്ലേഡുമായി മാറിയത്. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടത് നിന്റെ കുടുംബത്തിൽ കലഹമുണ്ടാകുന്നത്. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെടുന്ന നീ പാപം ചെയ്യുന്നത്. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെടാൻ നീ വെല്ലുവിളികൾ ഉയർത്തുന്നത്. ദൈവികമായ ജ്ഞാനം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടതാണ് നീ സുവിശേഷം പ്രസംഗിക്കുന്നവനെ ഉപദ്രവിക്കുന്നതും അവർക്കെതിരെ നിൽക്കുന്നതും ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ട നീ പാപിയായ മനുഷ്യനാ. ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ട നീ പാപിയാ. ഹല്ലേലൂയ. സ്തോത്രം. അതാ ഈ ലോകം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് സംഗീതക്കാരൻ പറഞ്ഞത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവികമായ ജ്ഞാനത്തിലേക്ക് വരണം. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശപരം ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ ലോകപരമായ ജ്ഞാനവും അറിവും വെച്ചുകൊണ്ട് നിനക്കൊരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ബൈബിളിനെ കുറിച്ച് ശരിയായ ജ്ഞാനം ഉണ്ടായിരിക്കണം. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തെ നയിക്കുന്ന, ലോകത്തെ നടത്തുന്ന, ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും, മനുഷ്യനെക്കുറിച്ചും, സൃഷ്ടിപ്പിനെക്കുറിച്ചും, ഈ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും, വരുവാനുള്ളതിനെക്കുറിച്ചും, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും എല്ലാം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന ഭാവി കാലത്തെക്കുറിച്ചും മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യവേദ പുസ്തകത്തിലാണ്. ഈ സത്യവേദപുസ്തകം നീ വായിക്കുമ്പോൾ നീ ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെടും. ദൈവത്തിന്റെ പ്രവൃത്തി നീ അറിയാനും തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ വചനം ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ പോലും, വലിയ കാര്യമാണെങ്കിൽ പോലും, ഹല്ലേലൂയ, അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം ആവശ്യമാണ്. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും ദൈവികമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ജ്ഞാനമില്ലാതെ അനേകർ സംസാരിക്കുന്നു, ജ്ഞാനമില്ലാതെ പലരും നടന്ന് കെണികളിൽ പെടുന്നു. എന്നാൽ കർത്താവോ നിങ്ങളോട് ഇങ്ങനെ വാഗ്ദത്തം ചെയ്യും, നിങ്ങളുടെ എതിരികൾക്കും ആർക്കും ചെറുപ്പാനോ എതിർ പറയുവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ 21-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുന്നതാണ്. ചരിത്രഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന എതിരാളികളോട്, ശത്രുവിനോട്, ഹല്ലേലൂയ, അവരോട് നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കുവാനോ എതിർ പറയുവാനോ കഴിയാത്ത, അവർ നിങ്ങളോട് ചെറുത്ത് നിൽക്കാനോ എതിർ പറയുവാനോ കഴിയാത്ത ദൈവികമായ ജ്ഞാനം ദൈവം നിങ്ങൾക്ക് തരുമെന്നാണ്. ഹല്ലേലൂയ. ശത്രു വരുന്നത് ഒരുപാട് ആക്രോശത്തോടെ. നമുക്ക് ശത്രു വരുന്നത് എല്ലാ അസഭ്യ വാക്കുകളും വിളിച്ചു പറഞ്ഞ വരുന്നത്, എല്ലാ ചീത്ത വാക്കുകളും വിളിച്ചു പറഞ്ഞ ശത്രു വരുന്നത്. അവന്റെ വായിൽ നല്ലത് വരത്തില്ല. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനം കുറഞ്ഞവന്റെ നാവിൽ നിന്നും നല്ലത് വരത്തേയില്ല. അവൻ പറയുന്നത് നല്ല ആമേൻ അല്ലെങ്കിൽ നല്ല ദുർഗന്ധമുള്ള വാക്കുകളായിരിക്കും. പക്ഷെ ദൈവികമായ ജ്ഞാനം ഉള്ളവൻ എന്ത് ചെയ്യും? അവന്റെ വായിൽ നിന്ന് ലാവണ്യമായ വാക്കുകൾ പുറപ്പെടും. യേശു നമുക്കറിയാം, ദൈവാലയത്തിൽ ചെന്ന് വേദപുസ്തകം നിവർത്തി വായിച്ചപ്പോൾ അന്ന് അവിടെ കൂടിയത് ജനം പറഞ്ഞു അവന്റെ വായിലെ ലാവണ്യ വാക്കുകൾ. കാരണം പിതാവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ലാവണ്യമുള്ളതായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച്, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച്, ദൈവത്തിന്റെ മകനായി മകളായി മാറി നീ വേദപുസ്തകം വായിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ നിന്റെ വായിലെ വാക്കുകളെല്ലാം ലാവണ്യമുള്ളതായി മാറും. ഹല്ലേലൂയ. വേദപുസ്തകം വീട്ടിൽ മേടിച്ചു വെച്ച് പൂജാവസ്തുവായിട്ട് അവിടെ വെക്കരുത്, ദൈവമായിട്ടിവിടെ വെക്കരുത്. അവിടെ നിന്ന് മാറാമ്പൽ അടിച്ചു പോകരുത്. അതെടുത്ത് വായിച്ച് ദൈവികമായി ജ്ഞാനം പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്കെതിരെ കടന്നു വരുന്ന ശത്രുവിനോട്, എതിരികളോട് എതിർ പറയുവാനോ അവരോട് പ്രതികാരം ചെയ്യുവാനോ നിൽക്കാത്ത വിധത്തിൽ, അവരോട് സംസാരിക്കേണ്ടെന്ന വിധത്തിലുള്ള
രീതിയിലുള്ള ദൈവികമായ ജ്ഞാനം ദൈവം നിങ്ങൾക്ക് തരുമെന്നാണ്. പ്രൈസ് ഹല്ലേലൂയ. ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത്, ആമേ സ്തോത്രം, മുഖ്യമായിട്ട് 5 തരം ജ്ഞാനമുണ്ടെന്നാണ്. മുഖ്യമായിട്ട് 5 തരം ജ്ഞാനമുണ്ടെന്നാണ്. അതിൽ ഒന്നാമത്തെ ജ്ഞാനമാണ് സ്വാഭാവികമായ ജ്ഞാനം. ഓരോ മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായ ജ്ഞാനം ഒന്നാണ്. രണ്ടാമത്തെ ജ്ഞാനമാണ് മാനുഷികമായ ജ്ഞാനം. ഹല്ലേലൂയ. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. മൂന്നാമത്തതാണ് ദൈവികമായ ജ്ഞാനം. സ്തോത്രം. എല്ലാവർക്കും ദൈവികമായ ജ്ഞാനമില്ല. ഹല്ലേലൂയ. നാലാമത്തെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം. ഹല്ലേലൂയ. അഞ്ചാമത്തെ ജ്ഞാനമാണ് ദുഷ്ട സാത്താനാലുള്ള ജ്ഞാനം. ഹല്ലേലൂയ. അപ്പൊ ഈ 3 കാര്യങ്ങൾ മനുഷ്യനുണ്ട്. 2 കാര്യങ്ങൾ മനുഷ്യനില്ലാത്തവരുമാണ്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? സ്വാഭാവികമായ ജ്ഞാനവും മാനുഷികമായ ജ്ഞാനവും സാത്താൻ തരുന്ന ദുഷ്ടജ്ഞാനവും എല്ലാവരിലും വെളിപ്പെട്ട് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ എല്ലാവർക്കും ഇല്ലാത്തത് ആണ് ദൈവികമായ ജ്ഞാനവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജ്ഞാനവും. ഹല്ലേലൂയ. അപ്പം ദൈവികമായ ജ്ഞാനവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജ്ഞാനവും നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മാനുഷികമായ ജ്ഞാനവും സ്വാഭാവികമായ ജ്ഞാനവും ദുഷ്ടൻ പിശാച് കൊണ്ടുവരുന്ന ജഡികമായ ജ്ഞാനത്തെ നിനക്ക് അതിജീവിക്കാൻ കഴിയും. ദൈവികമായ ജ്ഞാനവും പരിശുദ്ധാത്മാവിന് ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ പ്രാപിക്കേണ്ടത് എന്താ? ദൈവികമായ ജ്ഞാനവും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജ്ഞാനവും നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റേ 3 നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പം 90% ജനങ്ങളിലും 99% ജനങ്ങളുടെ ഉള്ളിലും സ്വാഭാവികമായ ജ്ഞാനവും മാനുഷികമായ ജ്ഞാനവും സാത്താൻ കൊടുക്കുന്ന ജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനം പരിശുദ്ധമായ ജ്ഞാനമില്ല. സാത്താന്റെ ജ്ഞാനം കൊടുക്കുന്നതുകൊണ്ടാണ് ഇവൻ ഈ അസഭ്യ വാക്കുകൾ വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ഉള്ളിൽ സാത്താൻ തരുന്ന ജ്ഞാനമാണ് നീ കുടുംബത്തിനകത്ത് ചീത്ത വിളിക്കുന്നത്, തെറി വിളിക്കുന്നത്, അസഭ്യം വിളിച്ചു പറയുന്നത്. നീ പൊതുസമൂഹത്തിൽ പൊതുജനത്തെ, ഗുരുക്കന്മാരെ, അധികാരികളെ ഒക്കെ, ആമേലെ മതങ്ങളെ, മറ്റുള്ളവരൊക്കെ നീ അസഭ്യം വിളിച്ചു പറയുന്നത് നിന്റെ ഉള്ളിൽ പിശാച് തന്നിരിക്കുന്ന ദുഷ്ടജ്ഞാനമുണ്ടാണ്. പിശാച് നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ദുഷ്ടജ്ഞാനമാണ് നിന്നെ കണ്ട് അസഭ്യമായതൊക്കെ വിളിച്ചു പറയിപ്പിക്കുന്നത്. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവികമായ ജ്ഞാനത്തിലേക്ക് വരണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജ്ഞാനത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു നിലയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ സദൃശവാക്യം വായിച്ചത്, മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് ഈ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യുമെന്ന്. വേദപുസ്തകത്തിലൂടെ നമുക്ക് ആവശ്യമായി ജ്ഞാനം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഒരു വിവരവും ഇല്ലാത്തവനെയും വിദ്യാഭ്യാസമില്ലാത്തവനെയും ഒരു ജ്ഞാനവും പകതിരവും പരിജ്ഞാനവും ഇല്ലാത്തവനെയും ജ്ഞാനിയാക്കി എടുക്കാൻ ദൈവജനത്തിന് കഴിയും. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് നല്ല ജ്ഞാനം കിട്ടും. ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുമ്പോൾ, സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആദ്യം ലഭ്യമാകുന്നത് ദൈവികമായ ജ്ഞാനം. ആ ദൈവികമായ ജ്ഞാനം നമ്മളിലേക്ക് പ്രവേശിക്കുന്നതോറും ക്രിസ്തു ആരും നമ്മൾ അറിയും. ക്രിസ്തുവിന്റെ സാന്നിധ്യം, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്താണ് ചെയ്തത്, ക്രിസ്തു നമ്മളുടെ ബന്ധം എന്താണ്, ക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്, ഇന്നും ക്രിസ്തു എന്താണ് ചെയ്യുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദൈവികമായ ജ്ഞാനം വേണം. അതിന് നീ വേദപുസ്തകം വായിക്കണം, സത്യവേദ പുസ്തകം വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു പരിധിവരെ ജ്ഞാനത്തോടെ ജനിക്കുന്നു. മാതാപിതാക്കന്മാരിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, സ്നേഹിതരിൽ നിന്നും, ജീവിത അനുഭവങ്ങളിൽ നിന്നൊക്കെ ജ്ഞാനം നേടുന്നു. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും ജയം സ്വതന്ത്രമാക്കുന്നതിനും ജീവിതത്തിൽ മുന്നേറുന്നതിനുമൊക്കെ വിശിഷ്ട ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ജ്ഞാനം നമുക്ക് എല്ലാ വിധത്തിലും ആവശ്യമാണ്. ജീവിതത്തിൽ മുന്നേറാൻ ഇതൊക്കെ നമുക്ക് വിശിഷ്ടമായ ജ്ഞാനം ആവശ്യമാണ്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം കർത്താവ് ആ ജ്ഞാനത്തെ നിങ്ങൾക്ക് ഉപദേശിച്ചു തരണം. ഹല്ലേലൂയ. വിശിഷ്ടമായ, ഉന്നതമായ, വിജയകരമായ, സമാധാനമുള്ള, സന്തോഷമുള്ള, സ്വസ്ഥതയുള്ള, സ്നേഹമുള്ള, സൗമ്യതയുള്ള, അല്ലെങ്കിൽ ആശ്വാസമുള്ള, പ്രത്യാശയുള്ള നല്ലൊരു ജീവിതം നിന്നിലും നിന്റെ കുടുംബത്തിലും നിന്റെ മക്കളിലും നിന്റെ തലമുറയിലും വെളിപ്പെടണമെങ്കിൽ ദൈവികമായ ജ്ഞാനം നിന്റെ കുടുംബത്തിൽ നിറയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നിന്റെ നിന്റെ കുടുംബത്തിലുള്ളവരെ നന്നായി നയിക്കണമെങ്കിൽ, നടത്തണമെങ്കിൽ ദൈവികമായ ജ്ഞാനം നിനക്ക് ആവശ്യമാണ്. നീ നിൽക്കുന്ന സമൂഹത്തിൽ, നിന്റെ സഭയെ, നിന്റെ നീ നിൽക്കുന്ന കൂട്ടത്തെ നടത്തണമെങ്കിൽ ദൈവികമായ ജ്ഞാനം നിനക്ക് ആവശ്യമാണ്. അല്ലേ? നിന്റെ ബിസിനസ്സിനകത്ത്, നിന്റെ ജോലി മേഖലയിൽ, നീ നടത്തുന്ന കമ്പനികളിൽ, ഫാക്ടറികൾക്കകത്ത് സ്വസ്ഥത, തൊഴിലാളിയുമായിട്ട് ദൈവികമായ ജ്ഞാനം പങ്കുവെക്കുമ്പോഴാണ് പരസ്പര സ്നേഹവും സന്തോഷവും അവിടെ വിജയങ്ങൾ ഉണ്ടാകുന്നതും. അല്ലേ? അപ്പം വിജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ വിശിഷ്ടമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അല്ലേ? അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പ്രാപിക്കണം. അല്ലേ? അപ്പൊ യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഭോഷന്മാരെന്ത് ഇവയൊക്കെ നിരസിക്കും. അല്ലേ? സദൃശവാക്യം 1:7 നമ്മൾ വായിച്ചല്ലോ. അല്ലേ? ഭോഷന്മാരെന്ത് ചെയ്യും? അല്ലേ? അതെല്ലാം നിരസിച്ച് കളയും. പ്രൈസലോ. അപ്പൊ ഈ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ അല്ലേ ദൈവത്തോട് ചേർന്ന് നടക്കണം. പ്രൈസലോ. വിശിഷ്ടമായ ജ്ഞാനം ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. അല്ലേലൂയ. ആ ദൈവികമായ ജ്ഞാനം നിങ്ങളിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനോട് കൂടെ നടക്കുവാൻ കഴിയും. കർത്താവിന്റെ ഹൃദയത്തെ, കർത്താവിന്റെ വചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ ജ്ഞാനം പ്രാപിച്ച് നിങ്ങളിൽ അത് വെളിപ്പെടുകയും ചെയ്യും. അല്ലേലൂയ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അല്ലേലൂയ ഹാനോക്ക് മെഥൂശലഹിനെ ജനിപ്പിച്ചു. പിന്നെ 300 വർഷം അല്ലെ ദൈവത്തോട് കൂടെ നടന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ ജനിപ്പിച്ച് മരണം കാണാതെ ദൈവം അവനെ എടുത്തുകൊണ്ടെന്നാണ്. അല്ലേ? എന്താണ്? ഹാനോക്കിന്റെ ജീവിതത്തിൽ ദൈവികമായ ജ്ഞാനം നിറഞ്ഞിരുന്നു. ദൈവികമായ ജ്ഞാനം നിറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു? ഹാനോക്ക് ദൈവത്തോടു കൂടെ 300 വർഷം അല്ലേ നടന്നു. നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തോടു കൂടെ 3 ദിവസം നടക്കാൻ പറ്റുന്നില്ല ദൈവികമായ ജ്ഞാനത്തോടെ. പിന്നെ എല്ലാവരും നടക്കുന്നുണ്ട്, എല്ലാവരും ജീവിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പറയും ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് കുടുംബപരമായിട്ട് ഞങ്ങളെല്ലാം ദൈവിക ജ്ഞാനം പ്രാപിച്ചവരാ, ഞങ്ങൾ ദൈവിക ജ്ഞാനമുള്ളവരാണെന്നൊക്കെ ഇങ്ങനെ വീരവാദം പറയുന്നവരുണ്ട്. പക്ഷെ അവരോട് അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവരുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ ശ്രേഷ്ഠത, അവരുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ യഥാർത്ഥ ഗുണം മനസ്സിലാകുന്നത്. പറച്ചിൽ എല്ലാവർക്കും പറയാമെന്നേ, ഞാനടക്കമുള്ള എല്ലാവർക്കും എന്തു വേണേലും പറയാം. പക്ഷേ നമ്മൾ ലോകത്തുനിന്ന് പഠിച്ച അറിവുകൾ, ജ്ഞാനം അത് ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരണമെങ്കിൽ ദൈവികമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ലോകത്തിൽ നിന്ന് ഗുരുക്കന്മാരിലും അധ്യാപകരിൽ നിന്നും മതങ്ങളിൽ നിന്നും മറ്റുള്ളവരൊക്കെ പഠിച്ച ലോകപരമായ ജ്ഞാനം പ്രായോഗികമായ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ദൈവികമായ ജ്ഞാനം നമ്മൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾക്ക് ലഭിച്ച ജ്ഞാനമെല്ലാം കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ. ലേരിയ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചാലത്തെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അറിയത്തില്ലെങ്കിൽ ഒഴിച്ചു നോക്കണം, അപ്പം വിവരം അറിയാം എന്ന് പറഞ്ഞവരാണ് ദൈവികമായ ജ്ഞാനമില്ലാത്ത നിങ്ങൾക്ക് ലോകപരമായ കിട്ടിയ ജ്ഞാനമെല്ലാം കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രശ്നക്കാരനായി മാറുന്നത്. അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്താ? നിനക്ക് ദൈവികമായ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നീ കുടുംബത്തിലും സഭയിലും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവികമായ ജ്ഞാനം നിനക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ വളരെ ആരാധിക്കും, വളരെ സ്തുതിസ്തോത്രങ്ങളൊക്കെ പറയും, വളരെ അന്യഭാഷകളൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവരും വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് വെള്ളമൊക്കെ ധരിച്ച് വിശുദ്ധിയുടെ വേഷമൊക്കെ കെട്ടി ബൈബിൾ നിങ്ങൾ കയ്യിൽ നിന്ന് താത്തു വെക്കാതെ ഒക്കെ നടക്കുന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും സഭയ്ക്കകത്ത് നീ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നീ കാട്ടിക്കൂട്ടതെല്ലാം വെറും ലോകപരമായിട്ടുള്ളതാണ്. നിന്റെ ഉള്ളിൽ ദൈവികമായ ജ്ഞാനമില്ല. ദൈവികമായ ജ്ഞാനം നിന്നിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെ നീ സൗമ്യതയോടെ കാണും, ഏത് പ്രശ്നത്തെ നീ താഴ്മയോടെ കാണും. അല്ലേറിയ ആരും നിനക്കെതിരെ അല്ലേറിയ പ്രശ്നം ഉണ്ടാക്കി വരുന്നോ അവരോട് നീ എതിർ പറയാനോ പ്രതികാരം ചെയ്യാനോ നിൽക്കാതെ അവരോട് സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കുവാനുള്ള ദൈവികമായ ജ്ഞാനം നിങ്ങൾക്ക് തരുമെന്നാണ് നമ്മൾ ലൂക്കോസ് വിശേഷം 21:15 വായിച്ചത്. അല്ലാതെ നമ്മൾ ഈ വേഷം കെട്ടിയതുകൊണ്ട് കാര്യമായില്ല. ഇവരെ വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് വിശ്വാസികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വേഷം കെട്ടി നടക്കുന്ന അനവധി പുരോഹിതന്മാരെ കണ്ടിട്ടില്ലേ? അവരുടെ വാക്കുകളകത്ത് ദൈവികമായ ജ്ഞാനമുണ്ടോ? അവർ സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എരിയുന്ന തീയിൽ എണ്ണ കോരി ഒഴിക്കുന്ന പറഞ്ഞ പോലെ പലരും അങ്ങനാ. അല്ലേ? ഇവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടായി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവികമായ ജ്ഞാനമില്ല, വേഷഭൂഷാദികൾ മാത്രമേ ഉള്ളൂ നിനക്ക്. അത് ലോകത്തിൽ നിന്നുള്ളതാണ്. അപ്പം നീ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ, സഭയ്ക്കകത്ത് വെല്ലുവിളി ഉണ്ടാക്കുന്നെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ദുഷ്ട സാത്താന്റെ ജ്ഞാനമാണ്.
ലേരിയ. നമ്മളതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കണം. ലേരിയ. നമുക്ക് ദൈവികമായ ജ്ഞാനത്വം നിറയപ്പെട്ട് നല്ലൊരു കുടുംബത്തെ പണിതെടുക്കാം, നല്ലൊരു തലമുറയെ പണിതെടുക്കാവുന്ന, നല്ലൊരു രാജ്യത്തെ, നല്ലൊരു സാമ്രാജ്യത്തെ പണിതെടുക്കാം. ദൈവികമായ ജ്ഞാനത്വം നിറയപ്പെട്ട് നല്ലൊരു സഭയെ, നല്ല കൂട്ടുകാരെ, ബന്ധങ്ങളെയൊക്കെ നമുക്ക് പണിതെടുക്കാൻ കഴിയണം. ലേരി. ദൈവമായ ജ്ഞാനം കൊണ്ട് നിറയപ്പെട്ട് നിങ്ങൾക്ക് നല്ല സമാധാനം, സന്തോഷം ഉണ്ടാകും, സ്വസ്ഥതയുള്ള ജീവിതം കിട്ടും. അപ്പൊ നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് എന്ത് ചെയ്യണം? നല്ലൊരു ദൈവികമായ ജ്ഞാനത്താൽ പണിയപ്പെടാം. കർത്താവ് വരാൻ സമയമായി, യേശു വരാൻ സമയമായി, തന്നെ മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. അല്ലെങ്കിൽ വിശ്വസിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെട്ട് നിൽക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ഒരുക്കിയ നിത്യഭവനത്തിലേക്ക്, സ്വർഗ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായി. കാഹളം മുഴങ്ങാൻ സമയമായി. 1 Thessalonians 4:16-17 വായിക്കും. കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ, മുമ്പേ മരിച്ച വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നിട്ട് കഴിയുമ്പോൾ, പിന്നെ ജീവനോടെ ഇരിക്കുന്ന നമ്മളൊക്കെ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് മേഘങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ ദൈവികമായ ജ്ഞാനത്തോടെ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് നിന്ന് വിശുദ്ധിയോടെ ജീവിക്കണം. വിശുദ്ധി ജീവിക്കണമെങ്കിലും ദൈവികമായ ജ്ഞാനം ആവശ്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര സൗരി, തലമുറയോട് ഞാൻ പറയട്ടെ, ദൈവികമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സമ്പത്തുള്ളത് കൊണ്ടോ, കോടാനുകോടി രൂപയുടെ വരുമാനങ്ങളുള്ളത് കൊണ്ടോ, പേരും പ്രശസ്തിയും പാരമ്പര്യമൊക്കെ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടോ, സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടോ, നിങ്ങളെ ദേശത്ത് ഉന്നതനായി ശ്രേഷ്ഠനായി കണ്ടത് കൊണ്ടോ, ഉന്നതാധികാര സ്ഥാനങ്ങളിൽ താങ്കൾ ഇരിക്കുന്നത് കൊണ്ടോ ഒന്നും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ദൈവമാരെന്നറിയണം. ദൈവമാരെന്നറിഞ്ഞ് കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച്, കൽപ്പനകളൊക്കെ സ്വീകരിച്ച്, പ്രമാണമൊക്കെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവികമായ ജ്ഞാനത്തോടെ നിൽക്കുമ്പോൾ നിത്യതയിലെത്താം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നിത്യതയുടെ പടി പോലും കാണാൻ പറ്റത്തില്ല. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സൂര്യ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എന്നോടൊപ്പം കൂടെ നിങ്ങൾക്ക് പറയാം, കർത്താവേ, എനിക്ക് ലോകപരമായ ജ്ഞാനമല്ല വേണ്ടത്, സ്വാഭാവികമായ ജ്ഞാനവും മാനുഷികമായ ജ്ഞാനവും ദുഷ്ടസാത്താന്റെ ജ്ഞാനമല്ല എനിക്ക് ആവശ്യം. ലോകത്ത് എനിക്ക് ജ്ഞാനവും അറിവൊക്കെ ഉണ്ടെങ്കിലും അത് പ്രായോഗികമായ ജീവിതത്തെ കൊണ്ടുവരുവാൻ എനിക്ക് ദൈവികമായ ജ്ഞാനമാണ്, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനമാണ് ആവശ്യം. യേശുവെ, ഇന്നുവരെ എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുട്ടികളെല്ലാം ക്ഷമിക്കണമേ. ഞാൻ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും വിരുദ്ധമായി സംസാരിച്ചിട്ടുണ്ട്. ദേശത്തിനും സമൂഹത്തിനും കുടുംബത്തിനും മാതാപിതാക്കളും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദി അയൽവാസികൾക്കും വിരോധമായി, അധികാരികൾക്കൊക്കെ വിരുദ്ധമായി സംസാരിച്ചിട്ടുണ്ട്. എന്റെ അറിവുകൾ എന്നെ മനസ്സിലാക്കി എന്നെ ദൈവികമായ ജ്ഞാനത്താൽ നിറച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങന്റെ ഹൃദയത്തിൽ വന്ന് എന്നിൽ വസിക്കണം, ദൈവികമായ ജ്ഞാനത്തിനെ നിറയ്ക്കണം, എനിക്ക് അങ്ങിൽ വസിപ്പാൻ കൃപ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. നിങ്ങൾ ദൈവം അത്ഭുതം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് ചെറിയവരെയും വലിയവരെയും കൊണ്ടുകൊണ്ട് ഒട്ടാരത്തി വരെ പാർക്കുന്ന വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണപിതാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജ്യസഭ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്നവർ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിൽ ഗോത്രഭാഗങ്ങളായിരിക്കുന്നവരെയും ഭരണ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവരെയും ജനത്തെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, കർത്താവിയുടെ BSF, CRPF, ആമി അതിർത്തികൾ കാക്കുന്നവരെല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗത്തിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധമായ വകുപ്പുകൾ, ഞങ്ങളുടെ ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിച്ച് യാത്ര ചെയ്യുന്നവർ, വാഹനം നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികളെ, തീരദേശവാസികളെ, സമുദ്രത്തിൽ മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവരെ, കരികൾ, കമ്പനികൾ, ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികൾ, വ്യവസായികളെ, വഴിയുടെ കച്ചവടക്കാരെ, സഹകരണ മേലും പൊതുമേലും ആമിക്കത്ത ആരോഗ്യ വിദ്യാഭ്യാസം, സാമ്പത്തിക മേല, ആമിക്കത്ത ബാങ്കിങ് മേലയൊക്കെ ആയിരിക്കുന്നവരെ, ആരോഗ്യമേലായിരിക്കുന്നവരെ, കർത്താവ് കൃഷ്ണൻ മെക്കാനിക് മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് ആമി പ്രവർത്തിക്കുന്ന എല്ലാ ട്രാൻസ്പോർട്ട് സർവീസിനെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ ഭരണപ്രദേശ പാർട്ടികളെ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന, ജനത, മാധ്യമ, മീഡിയ രംഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സയന്റിസ്റ്റ് എഞ്ചിനീയർമാരെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് വിദേശ രാജ്യങ്ങൾ ജോലിക്കായി കടന്നുപോയിരിക്കുന്നവർ, പഠിക്കുന്നവർ, വിദേശ കഷ്ടം സഹിക്കും, മണ്ഡലത്തിൽ വേദനയിൽ വിസ നഷ്ടപ്പെട്ട, ജോലി നഷ്ടപ്പെട്ടവർ, നാട്ടിലേക്ക് കടന്നു കഴിയാതെ ഭാരപ്പെട്ട വിദേശികളുടെ മദ്യത്തിൽ മയക്കും പാൻസ് ലഹരികൾ അടിമപ്പെട്ടവർ, അല്ലെങ്കിൽ ഈ കർത്താവ് വിദേശക്കാരുടെ കഠിനമായ പീഡനകളിൽ കടന്നു സൗകര്യമാർ, മദ്യപാനികളും, തീവ്രവാദികളും, ഭീകരവാദികളും, വർഗീയവാദികളും മാനസാന്തരപ്പെട്ട് മടങ്ങി ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു.
ശൈശവത്തിലും ബാല്യത്തിൽ കൗമാരി യൗവനത്തിലും വാസിക്കുന്ന ഞാനും വൃത്തിരശമ യാച ഓർഫനേജ് ഓൾറെഡി യുവി തലമുറയിലായിരിക്കുന്നവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രക്കല്ലിൽ മാനസാന്തരം കൊടുക്കണമേ. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 143 കോടി ജനതലമുറ എണ്ണത്തിൽപ്പെടാത്തവർ 1446 വില്ലേജുകൾക്കകത്തുള്ള ജനത്തിന് ദൈവികമായ ജ്ഞാനം അറിയുവാൻ ഇന്ത്യയിൽ 140 കോടി ജനത്തിനായി 29 സംസ്ഥാന 6 ലക്ഷത്തിലെ ഗ്രാമങ്ങളിലകത്ത് ജനത്തിന് മാനസാന്തരം കൊടുക്കാനായി ദൈവികമായ ജ്ഞാനം അറിയുവാൻ ഭൂഖണ്ഡങ്ങളെയോളം പ്രാർത്ഥിക്കുന്നതൊക്കെ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി 800 കോടി ജനത്തിനായി എല്ലാ ഭരണ സംവിധാനങ്ങളും, എല്ലാ അധികാരം, എല്ലാ മത നേതാക്കന്മാരും, സാംസ്കാരിക സംഘടന, ചരിത്രമാധ്യ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന സകല മനുഷ്യരും ദൈവികമായ ജ്ഞാനം പരിശുദ്ധമാവനെ ജ്ഞാനത്താൽ നിറയപ്പെട്ട് യേശുവിനെ സ്വന്തം സ്വീകരിച്ച് കർത്താവിന്റെ വരവിനായി ജനത്തെ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.